ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവരും എത്തിയോ? എത്തിക്കഴിഞ്ഞു. എടാ ഇവിടെ നോക്കി ടാറ്റതാടാ. അതേ അവിടെ ഒരുത്തൻ കൈ നോക്കി തിങ്ങിരിക്കണ്, അവൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേ. എടാ ഇവിടെ നോക്കടാ. യെസ്, ഗുഡ് മോർണിംഗ് ഓൾ. എന്തായി അപ്പോ? രാവിലെ ഉറക്കച്ചടവിലാണ് എല്ലാവരും. കുറെ പേര് വളരെ ഉഷാറായിട്ടിരിക്കുന്നുണ്ട്, കുറച്ച് പേര് ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിരിപ്പുണ്ട്. അതെ, കുളിച്ച് റെഡി ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കുന്നുണ്ട്. യെസ്, ഗുഡ് മോർണിംഗ് ഇവാറോസ്. നേരത്തെ സാറിന് മാത്രം ഗുഡ് മോർണിംഗ് കഴിച്ചത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അയച്ചു അതാ ഞാൻ പറഞ്ഞു, ഇപ്പോഴാണ് ഗുഡ് മോർണിംഗ് വന്നത്. യെസ്, അപ്പോ വൈശാം സാർ അല്ല ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് സാറിന്റെ പേര് സച്ചിൻ സാർ ആണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ, റെഡി അല്ലേ? യെസ്, നമുക്കപ്പോ പതിയെ പ്രാർത്ഥിച്ചിട്ടൊന്ന് തുടങ്ങാം അല്ലേ. അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് നിവർന്ന് 3 ഫോർമുലാസ് എന്നുള്ളത് നോക്കി മക്കളെ നമ്മൾ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇതേ ഫോർമാറ്റിൽ തന്നെയാണ് ടെക്സ്റ്റിൽ കിടക്കുന്നത്. എന്താണ് 3 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? 0369 സ്പെഷ്യാലിറ്റി എന്താണ്? റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 റിമൈൻഡർ കിട്ടുന്നു ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ. അങ്ങനെയാണെങ്കിൽ അവരുടെ ഓൾജിബ്രിക് ഫോം എന്തായിരുന്നു മക്കളെ? 3n ആയിരുന്നു അതിന്റെ ഓൾജിബ്രിക് ഫോം. എന്താണ്? 3n. ഓക്കെ, അപ്പൊ ഇന്നലെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് കേസ് 0369 റിമൈൻഡർ 0 ഓൺ ഡിവിഷൻ ബൈ 3, അതിന്റെ ഓൾജിബ്രിക് ഫോം 3n ആയിരിക്കണം. ഇനി അടുത്ത രണ്ടാമത്തെ എങ്ങനെയാണ് മക്കളെ കിടക്കുന്നത്? 1 4 7 10 അല്ലെ? 4 നമ്പേഴ്സ്. അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് എങ്ങനെയാണ്? 1 4 7 10 ആയിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ആരാ പറയുന്നത്? പ്രത്യേകത ഒരാളെ കൊണ്ട് പറയാം. ഇന്നലെ പറഞ്ഞതാണല്ലോ. ആരാണ്? കൃഷ്ണദേവി. ഗുഡ് മോർണിംഗ് പറഞ്ഞോ. നമ്മുടെ ഇതിനകത്ത് എടാ ഗുഡ് മോർണിംഗ് തിരിച്ചു പറയടാ. അതാണ് പറഞ്ഞ്. രണ്ടാമത്തേല് 1 4 7 10 പ്രത്യേകത എന്താണ്? അതാണ് പ്രശ്നമാണ് ഇവിടെ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ. എന്താണ് അതിന്റെ പ്രത്യേകത? റിമൈൻഡർ 1 ആയിരിക്കും. നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നത്, ശിഷ്ടം വരുന്നത് 1 ആയിരിക്കും. അതിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ് കുട്ടാ? ഓൾജിബ്രിക് ഫോം കൃഷ്ണദേവി, ഓൾജിബ്രിക് ഫോം ഇപ്പൊ 3n+1. ഞാൻ വിചാരിച്ചിട്ട് ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് വേണമായിരിക്കും ഓൾജിബ്രിക് ഫോം. 3n+1 തെറ്റിക്കല്ലേ. ഒരാള് പോലും അത് എന്താ പറയാ ചോദിക്കുമ്പോൾ ഒരു ഡിലേ വരരുത്. ഇവിടെ കിടക്കുന്നുണ്ട്, നോക്കി പറഞ്ഞാൽ മതി. എന്താണ്? 3n+1 റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് നോക്കി. 2 5 8 11. അതിനകത്ത് റിമൈൻഡർ, അതിന്റെ സ്പെഷ്യാലിറ്റി എങ്ങനെയാണ്? ആരാ പറയുന്നേ? പവിത്ര പറഞ്ഞേടോ. പവിത്ര ഇന്നലെ ഉണ്ടായില്ലേ ക്ലാസ്സില്? ഉണ്ടായി. ഓക്കെ ഫൈൻ. പറഞ്ഞേ, എന്താണ് സ്പെഷ്യാലിറ്റി? റിമൈൻഡർ എത്രയായിരിക്കും? 2 ആയിരിക്കും. യെസ്, 2 ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അതിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ് വരേണ്ടത്? 3n+2. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ നോക്കുമ്പോഴേ ഇപ്പൊ ഒരു റിമൈൻഡർ, ഇപ്പൊ ഡിവിഷൻ ബൈ 3 ആണ് നമ്മൾ ചെയ്തത്. റിമൈൻഡർ കിട്ടിയത് 5 ആണെന്ന് വിചാരിക്കാം. എന്താണ്? നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ കിട്ടിയത് 5 ആണെന്ന് വിചാരിക്കാം. ഇനി ഒന്ന് പറഞ്ഞേ, ഓൾജിബ്രിക് ഫോം എങ്ങനെയായിരിക്കും വരേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ 5 ആണ് ശിഷ്ടം വന്നത്, 5 ആണ് റിമൈൻഡർ വരുന്നതെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഓൾജിബ്രിക് ഫോം? ആരാ പറയുന്നത് സാറേ? അബിനെ പറഞ്ഞേ. അത് തന്നെ, അൺമ്യൂട്ട്. നമ്മൾ ഈ 3 എണ്ണം പറഞ്ഞതനുസരിച്ച് ഇതൊന്ന് പറഞ്ഞേ. റിമൈൻഡർ 5 ആണെങ്കിൽ അഭിനയം നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഓക്കെ, അടുത്ത ആള് സാറേ. അഭിരാമി പറഞ്ഞേ, എങ്ങനെയായിരിക്കും വരേണ്ടത് ഓൾജിബ്രിക് ഫോം? ഹലോ 3n+5 അത്രേ ഉള്ളൂ കാര്യം അല്ലേ? യെസ്, വെരി ഗുഡ്. 3 5 എടുക്കുക പ്ലസ് 5 കൊടുക്കുക. കാരണം എന്താ? റിമൈൻഡർ 5 ആണ് വന്നത്. അപ്പൊ ഈ ഒരു സീരീസ് ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ റിമൈൻഡർ എത്രയായാലും ഈ പ്ലസിന് ശേഷം ആ റിമൈൻഡർ ഇട്ട് കൊടുത്താൽ മതി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. അപ്പോൾ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടുന്നോ അത് പ്ലസിന് ശേഷം 3n+4 ആണ് കിട്ടുന്നെങ്കിൽ 4 കൊടുക്കുക, 5 ആണ് കിട്ടുന്നെങ്കിൽ 5 കൊടുക്കുക. ആ ഒരു രീതിയിലാണ് നമുക്കിത് ചെയ്തു പോകേണ്ടത്. ഓക്കെ ആണല്ലോ. നമ്മളപ്പോൾ ഈ ഒരു സെറ്റ്, ഈ ഒരു ഓൾജിബ്രിക് ഫോമിന് ശേഷം നമ്മൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പോവാണ്. ക്ലിയർ? ഓക്കെ ആണോ? യെസ് സാറേ. 4ാമത്തെ റോയിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആൾ എന്താണ് കിടക്കുന്നത്? നെൽവിനെ, എന്താണ് അവിടെ കിടന്നോണ്ട് പരിപാടി? എന്താണ്? ഹലോ എന്താണ് അവിടെ പരിപാടി? കിടക്കണ എന്താ? എണീച്ചിരിക്കുക. എന്താണ്? ഒരു ഉഷാറില്ലല്ലോ.
ചായ കുടിച്ചില്ലേ? കുടിച്ചു. ചായ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. സച്ചിൻ സാറൊക്കെ ചായ കുടിക്കാതെ ഇവിടെ എന്ത് ഉഷാറായിട്ടിരിക്കണേന്നറിയോ? പച്ചവെള്ളം കുടിച്ചിട്ടില്ല രാവിലെ എണീച്ചിട്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഉഷാറായിട്ടിരുന്നേ മക്കളെ. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? 176 പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലോ സാറേ? റിമൈൻഡർ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 5n വെച്ചിട്ടായിരിക്കും പോവേണ്ടത്. ഓക്കെ ആണോ? ഡിവൈഡ് ചെയ്യുന്നത് ഏത് നമ്പർ ആണ്? ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് 3 വെച്ച്, അതുകൊണ്ടാണ് 3n എന്ന് പറഞ്ഞത്. ഡിവൈഡ് ബൈ 5 ആയിരുന്നെങ്കിൽ അത് 5n ആയേനെ. മനസ്സിലായോ? പിടി കിട്ടിയോ? യെസ്. അങ്ങനെയാണ് ഇവാറോസെ വരണ്ടേ കേട്ടെ. ഓക്കെ ആണോ? യെസ്. ഇനി അടുത്തിൽ നമുക്ക് നോക്കാം നമ്മുടെ 176 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കി. ആഡ് എ നമ്പർ ലീവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. ശ്രദ്ധിക്കട്ടെ, ആ ഒരു കാര്യം ഫസ്റ്റത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കാം. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെ ആ ഒരു ഹിന്റ് കിടക്കുന്നുണ്ട്. ആൻഡ് എ നമ്പർ ലിവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. ശ്രദ്ധിക്കുക, റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3, റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ആ കാര്യങ്ങൾ? അത് കത്തിയെങ്കിലൊന്ന് ടാറ്റ തന്നെ. തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻസിലേക്ക് വരുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കി. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര. ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്താ എക്സ്പ്ലെയിൻ ചെയ്യണം? എന്താ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? വൈ ദ സം ഓഫ് എനി സച്ച് 2 നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3. എന്തുകൊണ്ടായിരിക്കാം അത്തരം 2 സംഖ്യകൾ എല്ലായ്പ്പോഴും എന്ത് വെച്ച് ഹരിക്കാൻ പറ്റുന്നത്? 3 വെച്ച് ഡിവിസിബിൾ ആകുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദ്യം. ഓക്കെ ആണ്. 3 വെച്ച് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ. അതായത് 3, 6, 9, 12 3ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം എഴുതേണ്ടത് എന്താ? 1 ഓൺ ഡിവിഷൻ ബൈ 3. 1 ഓൺ ഡിവിഷൻ ബൈ 3. അതായത് റിമൈൻഡർ മിച്ചം വരുന്നത് 1 ആണ്. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ? ഡിവിഷൻ ബൈ 3. അതിന്റെ ഓൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞേ. റിമൈൻഡർ 1 ആണ്, ഡിവിഷൻ ബൈ 3 ആണ്. അതൊന്ന് ആലോചിച്ച് പറയാട്ടോ. സാറെ വിളിച്ചോ? ഇവാറോസിനെ തന്നെ വിളിക്കാം. ഇവാറോസെ, ഇന്ന് ബസ് എപ്പോഴും വരും? ഇന്ന് 7:30 വരും. 7:30 ആകുമ്പോൾ ഒരു ചോദ്യമുണ്ട് സാറേ. ഇവാറോസ് ബസ് ഓടിക്കോട്ടെ പൊക്കോട്ടെ എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഓക്കേടാ, പറഞ്ഞേ. ഇതിന്റെ ഓൾജിബ്രിക് ഫോം എത്രയാ? 3n plus 1. വെരി ഗുഡ്, മിടുക്കി. എന്താണ് വരേണ്ടത്? ഡിവൈഡഡ് ബൈ ഡിവിഷൻ ബൈ 3 ആണ് വരേണ്ടത് അല്ലെ? ആദ്യം ഡിവിഷൻ ബൈ 3. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫോം 3n ആണെന്ന് മനസ്സിലാക്കാം. റിമൈൻഡർ എത്രയാണോ അതാണ് പ്ലസിന് ശേഷം വരേണ്ടത്. ഇവിടുത്തെ റിമൈൻഡർ എത്രയാ? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. എല്ലാവരും ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. ഫസ്റ്റ് കേസിൽ റിമൈൻഡർ 1 ആണ് വരേണ്ടത് അല്ലേ? നമ്മളിത് ഇവിടെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. യെസ്, നോക്കിക്കേ. ഇവിടെ എത്രയാണ് വരേണ്ടത്? 1 ആണ് വരേണ്ടത്. 1 ആണ് റിമൈൻഡർ വരേണ്ടത് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ വരണം? 3n plus 1. 3n plus 1. ആദ്യം ആ കാര്യം എടുത്ത് എഴുതിയേ. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അങ്ങനെയാണെങ്കിൽ ഓൾജിബ്രിക് ഫോം വരേണ്ടത് 3n plus 1 ആണ്. 3n plus 1 ആണ്. അതാദ്യം മനസ്സിലാക്കാം കേട്ടോ. 3n plus 1 ആണ്. ക്ലിയർ? ഓക്കെ ആണോ? ശരി. ഇനി അതിനുശേഷം നമുക്ക് അടുത്ത ഓൾജിബ്രിക് ഫോം കൂടി എഴുതണമല്ലോ. എന്താണ്? റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. റിമൈൻഡർ 2. റിമൈൻഡറിന് അടുത്ത് എന്താ? ഞാൻ 6 നിടുന്ന റിമൈൻഡറിന്റെ 6 ആണ് കേട്ടോ. റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. അടുത്തതിലും സെയിം ഡിവിഷൻ ബൈ 3 ആണ്. പക്ഷെ റിമൈൻഡർ എത്രയാണ് മക്കളെ? എല്ലാവരും ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. ശിഷ്ടം എത്രയാണ് കിട്ടിയത്? ശിഷ്ടം 2 അല്ലടമോ? 2 ആണ് ശിഷ്ടമായിട്ട് കിട്ടുന്നത് അല്ലേ? യെസ്, ശിഷ്ടം 2. റിമൈൻഡർ 2 ആണ് നമുക്ക് കിട്ടുന്നത്. അതും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. 2 ആണ് നമുക്ക് ഇവിടെ ശിഷ്ടം റിമൈൻഡർ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൾജിബ്രിക് ഫോം ആരാ പറയുന്നത് സാറേ? ദേവർഷേ. ആ, 3n plus 3 അല്ല 3n plus 2. ഉറപ്പിച്ചോ? ഓക്കെ, 3n plus 2. 3n plus 2 എന്നാണ് വരേണ്ടത് അല്ലേ? ഓക്കെ. ആ, ചായ കുടിച്ചോ കുഴപ്പമില്ല. ഓക്കെ, 3n plus 2 എന്നാണ് നമുക്ക് രണ്ടാമത്തേൽ വരേണ്ടത്. റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 വെച്ച് ഹരിക്കുമ്പോൾ 2 റിമൈൻഡർ വരുന്നുവെങ്കിൽ അതിന്റെ ഓൾജിബ്രിക് ഫോം 3n plus 2 ആണ്. അപ്പൊ നമ്മുടെ ഓൾജിബ്രിക് ഫോം ഒക്കെ നമ്മൾ എടുത്തു വെച്ചു. നമുക്കിത് നമ്പേഴ്സ് വെച്ചും കൂടി എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്പേഴ്സ് വെച്ചും കൂടി നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 3 വെച്ച് ഡിവിസിബിൾ ആവുമെന്ന് അറിയണ്ടേ? അതിന്റെ സമ്മ് 3 വെച്ച് ഡിവിസിബിൾ ആവുമെന്ന് അറിയണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? ആദ്യം റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 നമുക്ക് നോക്കാം. റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു സെറ്റ് ആണല്ലോ. അപ്പൊ ഈ ഒരു സെറ്റിൽ നിന്ന് ഞാൻ ഒരു നമ്പർ എടുക്കുകയാണ്. അപ്പൊ ആദ്യം ആ ഒരു സെറ്റ് ഒന്ന് എടുത്ത് എഴുതാം. 1, 4, 7,
10. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. ഓക്കെ, ഇനി സെക്കൻഡ് സെറ്റ് ഏതാണ് നമുക്ക് പറയേണ്ടത്? റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3 അല്ലെ? അത് ഏതാ നമ്പേഴ്സ്? 2, 5, 8, 11 ആണല്ലോ. ഞാൻ അതും ഒന്ന് എടുത്ത് എഴുതി. നമുക്ക് നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ എന്നാലൊന്ന് പ്രൂവ് ചെയ്ത് നോക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇതിനകത്ത് ഏതെങ്കിലും 2 നമ്പേഴ്സ് എടുക്കാം. ഇതിനകത്ത് ഏതെങ്കിലും 2 നമ്പേഴ്സ് അവരോട് തന്നെ ചോദിക്കാം, സാറേ ഏതാണ് സെറ്റ് 1 ന്ന് ഏതെടുക്കണം? പറ. ലക്ഷ്മി പാർവതി പറയുന്ന പോലെ സെറ്റ് 1 ന്ന് എടുക്കാം. പറഞ്ഞോ. ഹലോ, ഗുഡ് മോർണിംഗ്. പറഞ്ഞോ, സെറ്റ് 1 ന്ന് ഏത് നമ്പർ എടുക്കണം? 4 മതി. യെസ്, 4 മതി എന്നാണ് ലക്ഷ്മി പാർവതി പറഞ്ഞത്. ഓക്കെ, സെറ്റ്. ഇനി സെറ്റ് 2 ആരോട് ചോദിക്കാം? ഇവാറോസ് വിചാരിക്കണം ഞാൻ 7 എന്ന് പറഞ്ഞിട്ട് മിസ് എടുത്തില്ലെന്ന്. ഓക്കെ, അടുത്ത ആരോട് ചോദിക്കാം? ആരാധ്യ പറഞ്ഞേ. 8 എടുക്കാം. ഓക്കെ, അപ്പോ 4 കൊടുത്തു, 8 കൊടുത്തു. ഓക്കെ ആണല്ലോ. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സമ്മ് കണ്ടുപിടിക്കണം. സം. ഈ 2 നമ്പേഴ്സിന്റെയും സമ്മാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് മുകളിൽ നിന്ന് 4 എടുത്തു, രണ്ടാമത്തതിൽ നിന്നും 8 എടുത്തു. ഓക്കെ, 4ഉം 8ഉം എത്ര ആൻസർ കിട്ടണ്ടേ? 8 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? സാറേ രണ്ടാമത്തെ റോയിൽ ഫസ്റ്റ് ഇരിക്കുന്ന ആളെ വിളിക്കാം. കുറേ നേരമായിട്ടിരുന്നു ഇങ്ങനെ വിരകിക്കൊണ്ടിരിക്കുക. ആദിദേവി ആ പറ. 12. അതാണ്. യെസ്, 12 എന്ന് പറയുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആണോ? 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലേ? യെസ്, 4 × 3 ആണ് 12 എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 3 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മൾട്ടിപ്പിൾ ഓഫ് 3 എന്താ പറയുന്നത്? ഡിവിസിബിൾ ബൈ 3 ആണോ എന്നാ ചോദ്യം അല്ലെ? അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതാലോ. യെസ്, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 3 എന്ന് എഴുതാവുന്നതാണ്. അപ്പൊ അത് പ്രൂവ് ആയില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഫസ്റ്റ് സെറ്റിൽ നിന്ന് ഏത് നമ്പർ എടുത്താലും സെക്കൻഡ് സെറ്റിൽ നിന്ന് ഏത് നമ്പർ എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും എന്ന് ക്ലിയർ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ പറഞ്ഞ കാര്യം? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓൾജിബ്രിക് ഫോം, അതായത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ഈ സംഗതി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഇനി ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പോവാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അടുത്തതിലാണ് നമ്മൾ ഓൾജിബ്ര അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. ഓൾജിബ്ര. ശരിക്കും നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ നമുക്ക് ഇല്ല കേട്ടോ. 10 മതിയായിരുന്നു. ശരി, 10 മതിയായിരുന്നു. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഓൾജിബ്ര വെച്ചിട്ട് ചെയ്യാനായിട്ട് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളൂ. നമ്പർ വെച്ചിട്ട് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് പറയുന്നില്ല. നമ്മൾ എന്താണ് ഒന്ന് തെളിയിച്ച് നോക്കിയതാണ്, കറക്റ്റ് ആയിരിക്കും അല്ലയോ എന്ന് നമ്മൾ ജസ്റ്റ് ആദ്യം നമ്പർ വെച്ചിട്ട് പ്രൂവ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എന്താണ് 8 എടുത്തില്ല? അത് മോശമായി പോയി അല്ലേ? ഭയങ്കര മോശമായി പോയി. ഈ റോസിന് ഭയങ്കര സങ്കടമായി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം 7 + 8 ആണ് നമ്മൾ നേരത്തെ എടുത്തല്ലേ? 7 കൊടുത്തു. സോറി, 7 അല്ല, ആദ്യത്തെ കോളത്തിൽ നിന്ന്, അതായത് ആദ്യത്തെ എന്തെടുത്താൽ അതിന്റെ ഫോം എന്താണ്? 3n + 1 ആണ്. ഫസ്റ്റ് സെറ്റിന്റെ ഫോം എന്താണ് മക്കളെ? ഓൾജിബ്രിക് ഫോം 3n + 1 ആണ്. ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. ഫസ്റ്റത്തിന്റെ ഓൾജിബ്രിക് ഫോം 3n + 1 അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ എങ്ങനെയാണ്? രണ്ടാമത്തെ എന്തെടുത്താൽ അതിന്റെ ഫോം 3n + 2 ആണ്. ഓക്കെ ആണോ? അപ്പൊ അത് തമ്മിൽ കൂട്ടാലോ? യെസ്, 3n + 2 ആണ്. 3n + 2 ആണ്. നമുക്ക് കൂട്ടി നോക്കാം. നമുക്ക് ആദ്യം തന്നെ ബ്രാക്കറ്റ് തുറന്നെഴുതാം. 3n + 1 + 3n + 2. 3n + 1 + 3n + 2. ഓക്കെ, ഇനി ആരെയൊക്കെ നമുക്ക് അടുപ്പിച്ചെഴുതാം? 3n-നെയും 3n-നെയും നമുക്ക് അടുപ്പിച്ചെഴുതാം. കാരണം അവരൊരു ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നിച്ചെഴുതാം. 3n + 3n. ബാക്കി ആരൊക്കെയുണ്ട്? ഇനി അടുത്തത് ആരൊക്കെയുണ്ട്? 1ഉം 2ഉം ആണല്ലോ. നമ്പേഴ്സിന് നമുക്ക് അടുത്തടുത്ത് എഴുതാം. അപ്പൊ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുവാണേ. ഒന്ന് ജസ്റ്റ് ഇവരെ ഒന്ന് അടുത്തടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താണ് 10 മതിയെന്നോ? ഓക്കെ, യെസ്. മെസ്സിയുടെ നമ്പറാണ്, അതുകൊണ്ട് 10 മതിയെന്ന്. പക്ഷെ നമുക്ക് 10 കിട്ടൂലല്ലോ. 10 3ന്റെ മൾട്ടിപ്പിൾ അല്ലല്ലോടാ. 10 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അതോടെ ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, യെസ്. 10 3ന്റെ മൾട്ടിപ്പിൾ ആക്കാം നമുക്ക്. നോക്കിക്കോ മക്കളെ, 3n + 3n 3n-ഉം പിന്നെയും ഒരു 3n കൂടി കൂട്ടി എത്രയായി? നമ്മൾ ഒരു 3n ഉണ്ട്, വീണ്ടും ഒരു 3n കൂടി എടുത്ത 2 കൂടി കൂട്ടുമ്പോൾ എത്രയായി? 6n ആയല്ലോ. 3 + 3 6n. മുബഷിർ എവിടെ പോയതാണ്? അവിടെ വന്നിരുന്നേ. എന്താണ്ടൊക്കെ കഴിക്കാൻ എടുത്തോണ്ട് വന്നിട്ട് കേട്ടോ. അത് തന്നെ. അത് ഭയങ്കര മോശമായി പോയി അല്ലേ? അതെന്തായാലും ഭയങ്കര മോശമായി പോയി. ഞങ്ങളിവിടെ വെള്ളം കുടിക്കാതിരുന്നിട്ട് കഴിച്ചോ. പക്ഷെ എന്റെ ഇടയിൽ ഇത് കഴിക്കൽ മാത്രമായി പോരുത് കേട്ടോ. ഓക്കെ, അപ്പൊ 6n + 1 + 2 നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത് കൈ കൊണ്ട് കാണിച്ച എല്ലാവരും?
നമ്പേഴ്സ് 1 + 2 ആഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടും അല്ലേ? യെസ്. അപ്പൊ നമുക്ക് 3n + 3n 6n കിട്ടി. അതിനുശേഷം തൊട്ടപ്പുറത്ത് 1 + 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം മക്കളെ? 3 എന്ന് കിട്ടണം. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഇതുവരെ എഴുതി എല്ലാവരും കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് എഴുതിക്കേ. ഇവിടെ വരെ എല്ലാവരും എഴുതിക്കേ. ഇനി നമുക്ക് ചെറിയൊരു സംഗതിയും കൂടി അത് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? നമ്മൾ ഇന്നലെ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, പുറത്തേക്ക് എടുക്കൽ. ഇവർ ബ്രാക്കറ്റിനുള്ളിലാക്കിയിട്ട് ഇതിൽ നിന്നും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ ഓക്കെ, ഇവിടെ 3 ഉണ്ട്, ഇവിടെയാണെങ്കിൽ 6n ആണുള്ളത്. 2 3 6 3ന്റെ മൾട്ടിപ്പിൾസ് ആണല്ലോ. 3 6 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ നമുക്ക് പുറത്തേക്ക് ആരെടുക്കാനായിട്ട് സാധിക്കും? ഇതിൽ നിന്നും കോമൺ ആയിട്ട് പുറത്തേക്ക് ആരെടുക്കാം? സാറേ ആരാ വിളിക്കുന്നേ? ആൻലിയ. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ആൻലിയെ പറഞ്ഞിടാ. ആൻലി വാറോസിന്റെ ഫ്രണ്ട് ആണോ? ആ ഒരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ, പറ്റിപ്പോയിന്ന്. ഓക്കെ, ഇനി മേലെ ഞാൻ കൂട്ടുവിടില്ല. നോക്കിയിടാ മോനെ, വെറുതെ പറഞ്ഞ കേട്ടോ. നോക്കി, ഇതിനകത്ത് ഏത് പുറത്തേക്ക് എടുക്കാം? 3നെ പുറത്തേക്ക് എടുക്കുന്നു. വെരി ഗുഡ്, മെഡിക്ക്. 3നെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. 6nൽ നിന്നും 3 പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് ഉള്ളിൽ വരേണ്ടത് മോനെ? അപ്പോ 3 ആണോ? 6nൽ നിന്നും 3 പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മക്കളെ? 6nൽ നിന്ന് നമ്മൾ 3 ആണ് പുറത്തേക്ക് എടുക്കുന്നത് ആണല്ലോ. അപ്പൊ ഉള്ളിൽ കിടക്കുന്ന 6നെയും ഈ 3നെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ഡിവൈഡ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? ഉള്ളിൽ കിടക്കുന്ന 6നെയും പുറത്തെ 3നെയും തമ്മിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 6/3. 2. യെസ്, 2 എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ? 2 എന്ന് കിട്ടും. അപ്പൊ ഉള്ളിൽ 2 മാത്രമല്ല എന്നും കൂടി കൊടുക്കണം. 2n എന്നാണ് വരേണ്ടത്. 2n എന്നാണ് പറയേണ്ടത്. നമുക്കിനി ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ കാര്യം ക്ലിയർ ആവും. ഇനി 3 അപ്പുറത്ത് കിടക്കുന്ന 3 ആണ്. 3 നമ്മൾ മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തു അല്ലെ? 3 നമ്മൾ മൊത്തത്തിൽ പുറത്തേക്ക് എടുക്കും എന്ന് പറയുമ്പോൾ അവിടെ ആരായിരിക്കും വരുന്നത് പകരം? 1 ആണ് വരേണ്ടത്. എന്താണ് മക്കളെ വരേണ്ടത്? 1 ആണ് വരേണ്ടത്. ഇപ്പൊ ഒരു ബ്രാക്കറ്റിന് പുറത്തേക്കാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ മൊത്തത്തിൽ പുറത്തേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അവന് പകരം വരേണ്ട ആൾ ആരാ? ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, 1 ആണ് വരേണ്ടത്. എന്താണ് വരേണ്ടത്? ഏതാണ് വരേണ്ടത്? എല്ലാവരും കൈകൊണ്ട് കാണിച്ചേ. 1 ആണ് വരേണ്ടത്. ഇനി നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഈ പ്രശ്നം സോൾവ് ആയി. 3 × 2n. 3 × 2n എത്രയാ മക്കളെ? 6n അല്ലേ? ഇനി 3 × 1. 3 × 1 എത്രയാ? 3 അല്ലേ? ഇപ്പൊ മുകളിൽ കിട്ടിയ അതേ കാര്യം തന്നെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും കിട്ടിയില്ലേ? മനസ്സിലായ? അപ്പൊ 3ഉം 6ഉം ആണ് തന്നിരിക്കുന്നതെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾസ് ആണെന്ന് മനസ്സിലാക്കാം. 3നെയാണ് നമ്മൾ അതിൽ നിന്നും പുറത്തേക്ക് എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ 3ഉം 6ഉം മൾട്ടിപ്പിൾസ് ആണ്. അപ്പൊ അത് എത്രാമത്തെ മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 6/3 ചെയ്ത് 2 കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണ്. അപ്പൊ 2n + 1 എന്ന് നമുക്ക് എന്ത് കിട്ടും? ഓൾജിബ്രിക് ഫോം കിട്ടും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് തന്നെ മനസ്സിലായി 3 × ഏതെങ്കിലും നമ്പർ 3 × 2 അതാണ് 6. 3 × 3 ആണ് 9. അപ്പൊ ഇത് മനസ്സിലായി നമുക്ക്. 3 × ഈ ഓൾജിബ്രിക് ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കറക്റ്റ് ആയിട്ട് സമ്മ് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അപ്പൊ നമുക്ക് ലാസ്റ്റ് 3 × 2n + 1 എന്ന് പറയുന്ന സംഖ്യയിലാണ് എന്ത് ചെയ്യേണ്ടത്? അവസാനിക്കേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ക്ലിയർ? യെസ്. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് താഴ്ത്തി എഴുതാം കേട്ടോ. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3. അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 3 എന്ന് എഴുതിയാലും പ്രശ്നമില്ല കേട്ടോ. ഡിവിസിബിൾ ബൈ 3 എന്ന് എഴുതിയാലും നോ പ്രോബ്ലം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ. തമ്പ് കാണിക്കോ, ടാറ്റ തരികയോ എന്താന്ന് വെച്ചാൽ ചെയ്യാം. യെസ്, ഓക്കെ ഫൈൻ. ക്ലാസ്സിൽ ഫുള്ള് ചാപ്റ്റർ കഴിഞ്ഞോ? റിവിഷൻ ആണോ? ഇപ്പോ ഫുൾ ചാപ്റ്റർ കഴിഞ്ഞു, റിവിഷൻ ആണ്. എന്നിട്ടാണ് ഓൾജിബ്ര എന്ന് ചോദിച്ചിട്ട് പറയാതെ. കുറച്ച് പേര് ഏത് ഓൾജിബ്ര? ഓക്കെ, യെസ്, രാവിലെ എണീച്ചതിന്റെ ഒരു ഹാങ് ഓവർ ആണെന്നല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3 × 2n + 1 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടന്നാലോ? യെസ്, നമ്മുടെ 176ാമത്തിലെ രണ്ടാമത്തെ ചോദ്യം. ഇത് അത്യാവശ്യം നല്ലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ഈ വാറോസ് ഇപ്പൊ മൊത്തം പഠിത്തത്തിലാണ്. ഓക്കെ, യെസ്. അപ്പൊ നോക്കാം, 176ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പേഴ്സ് എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് ബ്രേക്ക് തരാടാ അഭിനന്ദേ. എടാ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ക്ലാസ്, നീ ധൃതി പിടിക്കല്ലേ? ബ്രേക്ക് ഒക്കെ തരാ. ഇവനെ കൊണ്ട് നോക്കിക്കേ. ദ നമ്പേഴ്സ്
12, 23, 34 are got by starting with 12 and adding 11 again and again. നോക്കിക്കേ മക്കളെ, നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഇതൊക്കെയാ. 12 ഉണ്ട്, 23 ഉണ്ട്, 34 ഉണ്ട്. അടുത്ത് വരുന്ന നമ്പർ ഏതായിരിക്കും? ആ ഒരു പാറ്റേൺ നോക്കി തന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞേ. എത്ര പേർക്ക് ബുദ്ധിയുണ്ട് നോക്കട്ടെ. 12, 23, 34 ഏതാണ്? ആരാ പറയുന്നേ? ഏതായിരിക്കും അടുത്തത് വരുന്നേ? സിമ്പിൾ ആണല്ലേ? ഓക്കെ ഓക്കെ, ശരി. അടുത്ത ആള് സാറേ. അഭിനന്ദേ, അവനെ തന്നെ വിളിക്കാം. എന്താണ് ബ്രേക്ക് എടുത്തിട്ട് അത്യാവശ്യം ചായ കുടിക്കാൻ പോകാനാണോ? സ്പെഷ്യൽ ക്ലാസ്സിന് പോണം. ഓക്കെ ഓക്കെ, അപ്പൊ 10 മിനിറ്റോട് കുളി കഴിയോ? പിന്നല്ല, വെള്ളമൊക്കെ പിടിച്ചു വെച്ചേക്കാണ്. വേഗം പോയി കുളിച്ചാൽ മതി. പറഞ്ഞേടാ മോനെ, അടുത്ത നമ്പർ ഏതായിരിക്കും? 12, 23, 34. നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 42 ആണോ? അടുത്തെത്തി. അതെ, നല്ല ചൂടുണ്ട്. 45. യെസ്, വെരി ഗുഡ്, മിടുക്കൻ. 45 ആണ് കിട്ടേണ്ടല്ലേ? അത് നമുക്ക് എങ്ങനെ ചെയ്താൽ മതി? ഇതേ ഇവിടെ 1 കഴിഞ്ഞ് 2, 2 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞ് 4, ഇനി 4 കഴിഞ്ഞ് അടുത്തത് 5 ആയിരിക്കും. സെക്കൻഡ് നമ്പേഴ്സ് നോക്കിയ മക്കളെ, 2 കഴിഞ്ഞ് 3, 3 കഴിഞ്ഞ് 4, 4 കഴിഞ്ഞ് 5, 5 കഴിഞ്ഞ് അടുത്തത് 6 ആയിരിക്കും. ആൻഡ് ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അതായത് അതിന്റെ എന്താ പറയാ, നമ്മൾ മാത്തമാറ്റിക്കലി ചെയ്യുമ്പോൾ അതിന്റെ കണക്ക് എങ്ങനെയാണ് വരുന്നത്? 12, 23, 34. ഏത് നമ്പറാണ് കൂട്ടി പോകുന്നത്? 11 എന്ന് പറയുന്ന നമ്പർ ഈ 12നോട് കൂട്ടിയാൽ എന്തായി? 23 ആയി ആണല്ലോ. 12 + 11 ആണ് എന്താ? 23. അത് ക്ലിയർ ആണെങ്കിൽ ടാറ്റാന്നേ. 12നോടൊപ്പം 1 കൂട്ടിയാൽ 2 ആയി, 2നോടൊപ്പം 1 കൂട്ടിയാൽ 3 ആയി. ഇനി വീണ്ടും അപ്പുറത്ത് വീണ്ടും +11 ചെയ്യുമ്പോഴാണ് 34 കിട്ടുന്നത്. ഇനി വീണ്ടും +11 ചെയ്തപ്പോഴാണ് 45 കിട്ടിയത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? അങ്ങനെയാണ് നമുക്ക് ഈ നമ്പേഴ്സ് എഴുതി പോകുന്നത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലും പറയുന്നത്. ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് 12. ഈ പറയുന്ന സീരീസ് 12ൽ നിന്ന് തുടങ്ങി വീണ്ടും 11 കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളാണ് ഈ പറയുന്ന 12, 23, 34. ഓക്കെ ആണോ? ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2-3 സബ് ക്വസ്റ്റ്യൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഞാൻ ഒന്ന് പറഞ്ഞു, ഓൾജിബ്രയുടെ ഒരു പ്രത്യേകത ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 2-3 സബ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇച്ചിരി നീണ്ടുപോയത് അല്ലേ? നോക്കിക്കേ, നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ ഏറ്റവും വലിയ ചാപ്റ്റർ കൂടിയാണ് ഓൾജിബ്ര. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11? എന്താണ് മക്കളെ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ക്വസ്റ്റ്യൻ ആദ്യം ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക കേട്ടോ. ഈ സംഖ്യകളിൽ ഏതിനെയും 11 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ്? അതായത് റിമൈൻഡർ എത്രയാണ് എന്നാണ് ചോദ്യം. അതായത് റിമൈൻഡർ നമ്മൾ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു സംഖ്യ, ഈ പറയുന്ന സീരീസ് ഇപ്പം ഇതാണ്. സീരീസ് ഞാൻ അപ്പുറത്തേക്കൊന്ന് എടുത്ത് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് സംഖ്യ കണ്ടുപിടിക്കാമല്ലോ. ഈ പറയുന്ന സീരീസ് നമുക്ക് അപ്പുറത്തേക്കൊന്ന് എടുത്ത് എഴുതാം. 12, 23, 34, 45, 56 ആൻഡ് സോ ഓൺ. അയ്യോടെ ഒരു പാട്ട് പാടി കൊടുത്തു സാറേ അവന്. ആയുഷി എണീച്ചിരുന്നേ. അതെ, ഒരു പാട്ട് വെച്ചേരട്ടെ. അതെ അതെ അതെ, അവന്റെ ആ പോസ് അടിപൊളിയായിരുന്നു. കാണിച്ചു കൊടുത്തത് നല്ല രസം ഉണ്ടായിരുന്നു. പൊതച്ചൊക്കെ ഇരിക്കണമൊക്കെ. ആ പൊതപ്പൊക്കെ എടുത്ത് മാറ്റി. എന്താണിത്? അത് തന്നെ, പൊതച്ച് സുഖം പിടിച്ചിരിക്കുകയാണ്. ആ പൊതപ്പൊക്കെ മാറ്റിയിട്ടോ ഇരിക്കി. യെസ്. അപ്പൊ നോക്കി, ഇതിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ എടുക്കുക. ആ സംഖ്യയെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? 11 വെച്ചിട്ട് 11 വെച്ച് ഹരിക്കുമ്പോൾ മിച്ചം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് ചെയ്ത് നോക്കാതെ നമുക്ക് പറയാൻ പറ്റും, എന്നാലും നമുക്ക് ചെയ്ത് നോക്കണം. ശ്രദ്ധിച്ച മക്കളെ, ഇതിനകത്ത് ഏത് നമ്പർ എടുക്കണം? ആരെ വിളിക്കുന്നേ? നമ്പർ സെലക്ട് ചെയ്യാൻ. പവിത്ര പറഞ്ഞേടാ, ഏത് നമ്പർ വേണം? എത്രയാണ്? 34 മതി എന്നാണ് പവിത്ര പറയുന്നത്. എന്നാ പിന്നെ പവിത്ര പറയുന്ന പോലെ തന്നെ നോക്കാം. അപ്പൊ 34നെ നമ്മൾ എന്ത് വെച്ച് ഹരിക്കുകയാണ് മക്കളെ? 11 വെച്ചിട്ട് ഹരിക്കുകയാണ്. എന്താണ്? 11 വെച്ചിട്ട് ഹരിക്കുകയാണ്. അപ്പൊ ഇന്നെന്തേ ബ്രേക്ക് തരാൻ വേണ്ടിയല്ലേ പാട്ട് വരാൻ പറഞ്ഞത്? ബ്രേക്ക് തരാം കേട്ടോ. പാടാ. ഏത് ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോ പാടാം കേട്ടോ. യെസ്. നോക്കി മക്കളെ, 34. അപ്പൊ ഇന്നത് പറഞ്ഞ സ്ഥിതിക്ക് പാടിയിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പില്ല. നോക്കാം. 34 നമ്മൾ 11 വെച്ച് ഹരിക്കുവാണ് ചെയ്യുന്നത്. നോക്കിക്കേ, 34, 11. 11ന്റെ ടേബിൾ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. 11 ഉണ്ട്, 22,
33, 44, 55, 66, 77, 88, 99, 110. ഇതാണ് നമ്മുടെ 11ന്റെ ടേബിൾ. 11ന്റെ ടേബിൾ എഴുതാൻ സിമ്പിൾ അല്ലേ മക്കളെ? എല്ലാ നമ്പേഴ്സും സെയിം ആയിട്ടല്ലേ വരുന്നത്? യെസ്, 11, 22, 33, 44 എന്നിങ്ങനെ പോകും. ഓക്കെ, ഇനി ആ 34 11 വെച്ചൊന്ന് ഹരിച്ചേ എല്ലാവരും. 34 ഈ ടേബിൾ ഇവിടെ കിടക്കുന്നുണ്ട്. 11 വെച്ചൊന്ന് ഹരിച്ചേ, തന്നെ ചെയ്ത് എല്ലാവരും ഒന്ന്. സിമ്പിൾ ആണ്. ആ കിട്ടി, ഉപശ്ശേരി കിട്ടി. കറക്റ്റാ. ആ കൊതുവലിയുടെ ഉള്ളിൽ കിടന്നാണോ ഉറങ്ങുന്നേ? ആ അതെ. ഓക്കെ ആണല്ലോ. യെസ്, 34 നമുക്കിവിടെ വന്നിരിക്കുന്ന മൂന്നാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് 33. അപ്പൊ നമ്മൾ 3 പ്രാവശ്യം പോവുമല്ലോ. 33, 34 തൊട്ട് മുന്നുള്ള മൾട്ടിപ്പിൾ ഏതാണ്? 33. സോ ഇറ്റ്സ് എ തേർഡ് മൾട്ടിപ്പിൾ. അപ്പൊ ദേ 11 × 3 33 എന്ന് കിട്ടുന്നു. റിമൈൻഡർ ഇസ് 1. കിട്ടിയോ? റിമൈൻഡർ 1 എന്ന് കിട്ടിയെങ്കിൽ ടാറ്റ തന്നേ. റിമൈൻഡർ 1 എന്ന് കിട്ടിയെങ്കിൽ ടാറ്റ തന്നേ. സോ ആൻസർ എത്രയാണ് അപ്പൊ വരേണ്ടത്? റിമൈൻഡർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അത് നേരെ തന്നെ അങ്ങനെ എഴുതിക്കോ. റിമൈൻഡർ 1 ആണെന്നുള്ളത് നേരെ നമുക്ക് അതിനോടൊപ്പം എഴുതാനായിട്ട് പറ്റും. യെസ്, കോഷ്യന്റും റിമൈൻഡറും എല്ലാം ഐസിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. റിമൈൻഡർ 1 എന്ന് കിട്ടും. നമുക്ക് റിമൈൻഡർ മാത്രം കണ്ടുപിടിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല. എന്തായാലും അയച്ച ആള് വെരി ഗുഡ്. ഓക്കെ, യെസ്. സാറേ ആരായിരുന്നു? ആ പേരൊന്ന് പറയാമോ? അവൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അവന്റെ പേരൊന്ന് പറയാമോ? യെസ്, ഓക്കെ, അവനെന്താണ്? ഓക്കേടാ. യെസ്, നമുക്ക് നോക്കാം അടുത്തതില് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ജനറൽ ഓൾജിബ്രിക് ഫോം ഓഫ് ഓൾ ദീസ് നമ്പേഴ്സ്? നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഓൾജിബ്രിക് ഫോം എന്താണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ഓൾജിബ്രിക് ഫോം? അപ്പൊ ഇവിടെ ചെറിയൊരു പരിപാടി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ്. ഇവിടെ നമ്മൾ എന്ത് വെച്ചാ ഡിവൈഡ് ചെയ്യുന്നേ? വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് ദ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11? അപ്പൊ എന്ത് വെച്ചാ ഡിവൈഡ് ചെയ്തെന്ന് ആദ്യം ശ്രദ്ധിക്കുക. എന്ത് വെച്ചാ ഡിവൈഡ് ചെയ്തേ? 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. എന്ത് ടൈപ്പ് നമ്പേഴ്സ് ആണ് മക്കളെ കിടക്കുന്നത്? നമ്മൾ 11 വെച്ച് ഹരിക്കുകയാണെന്ന് വിചാരിച്ചോ. ഈ ഓരോ നമ്പേഴ്സിനെയും 11 വെച്ച് ഹരിക്കുകയാണെങ്കിൽ റിമൈൻഡർ 1 കിട്ടുന്ന ടൈപ്പ് ഓഫ് നമ്പേഴ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. അത് ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ആ നമ്പേഴ്സിന്റെ സ്പെഷ്യാലിറ്റി ആണ് ഞാൻ പറഞ്ഞത്. യെസ്, വെരി ഗുഡ്. ആദ്യത്തെ കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ എന്താണ് അതിന്റെ ഓൾജിബ്രിക് ഫോം വരേണ്ടത് എന്നാണ് നമ്മുടെ ചോദ്യം. സോ ഡിവൈഡിങ് ബൈ 11 അല്ലെ, 11 വെച്ച് ഹരിക്കുന്നു. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ ശിഷ്ടം വന്നത് എത്രയാണ്? ഒരാളൊന്ന് വിളിച്ച് സാറേ റിമൈൻഡർ. ശ്രീഹരി ഒന്ന് പറഞ്ഞേ. റിമൈൻഡർ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 1. യെസ്, നമ്മളിപ്പോ കണ്ടുപിടിച്ചല്ലേ. വെരി ഗുഡ് മിടുക്കൻ. റിമൈൻഡർ ഇസ് 1. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചല്ലേ. ആരാണ് സാറേ പറയുന്നേ? മുഹമ്മദ് ദിയാൻ ഒന്ന് പറഞ്ഞേ. നമ്മൾ തൊട്ട് മുന്നേ, അതായത് കുറച്ച് മുന്നേത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, എന്ത് റിമൈൻഡർ വരുന്നു എന്ന് അറിഞ്ഞാൽ അതിന്റെ ഓൾജിബ്രിക് ഫോം എഴുതാൻ പറ്റും. ദിയാനെ പറഞ്ഞോളൂ, എന്തായിരുന്നു അവിടെ പരിപാടി? ദിയാനെ ചിരിക്കല്ലേ, എന്താണ് അവിടെ പരിപാടി? ഒന്നും അറിയാത്ത പോലെ അവന്റെ ചിരി നോക്കി. ഫോണിലെങ്ങാനും ടച്ച് ചെയ്താ കുറച്ചും കൂടെ നീങ്ങിരുന്നേ. ബുക്കും കൂടെ നീക്കി വെച്ചേ. അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട് ഓപ്പോസിറ്റ്. ബുക്കും കൂടെ നീക്കി വെച്ചേ. ക്യാമറ കുറച്ച് ബാക്കിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചേ. ഓക്കെ, പെർഫെക്റ്റ്. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ, ഞാൻ വിളിക്കൂനെ, കേട്ടോ? ഓക്കെ, അപ്പൊ ഏതാണ് ഡിവൈഡിങ് ബൈ 11 ആൻഡ് റിമൈൻഡർ ഈസ് 1? സാറേ ഒരാളെ ഒന്ന് വിളിക്കാം. അദ്വൈതേ, പറഞ്ഞോ. എന്ത് പറയാനെന്നാ? ഇപ്പൊ എന്താ നടക്കണേ ഇവിടെ? സുഖാണോ? വീട്ടിൽ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? എടാ ഓൾജിബ്രിക് ഫോം പറയാൻ. സുഖമായിട്ടിരിക്കുന്നു. എടാ ഓൾജിബ്രിക് ഫോം പറയാൻ. നമ്മൾ ഓൾജിബ്രിക് ഫോമിലെ കണ്ടുപിടിക്കാൻ പറഞ്ഞത് 11 വെച്ച് ഹരിക്കണം, 1 റിമൈൻഡർ വരണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? 12 ആണോ? അത് നമ്പർ അല്ലേടാ. നമുക്ക് ഓൾജിബ്രിക് ഫോം എന്ന് പറയുമ്പോൾ ആ രീതിയിലാണോ? അല്ലല്ലോ, നമ്മൾ ആദ്യം പഠിച്ചില്ലേ നമ്മൾ. ഇതുപോലെയാണ് ഓൾജിബ്രിക് ഫോം വരേണ്ടത്. അവസാനത്തിൽ കണ്ടോ, അതാണ് ഓൾജിബ്രിക് ഫോം. എന്താണ്? പറ എന്ത് പറഞ്ഞല്ലോ?
അത് ഇന്നത്തെ ഫ്രഷ് ടീച്ചറെ എന്തോരം പറയാൻ ശരിക്കില്ല കിടന്നു പോകും ഞങ്ങൾ പറഞ്ഞ മൊബൈലിൽ നോക്കോട് ഫുൾ ടൈം കിടന്നു പോകണ്ടായിരുന്നു മെയിൻ സീക്രട്ട് അതാണ്. ഇവിടെ എന്താ നമ്മളിപ്പോ പറഞ്ഞത് 11 വെച്ച് ഡിവൈഡ് ചെയ്യണം ആൻഡ് കിട്ടുന്ന നമ്പറിന്റെ റിമൈൻഡർ എത്രയായിരിക്കണം 1 ആയിരിക്കണം. അപ്പൊ എങ്ങനെയാ ചെയ്യാൻ പറ്റുക നോക്കിക്കേ, നമുക്ക് കിട്ടുന്നത് 11 ആണ്. 11n+1 എന്നാണ് നമുക്ക് എന്ത് വരേണ്ടത്, നമ്മുടെ ഓൾജിബ്രിക് ഫോം വരേണ്ടത്. സാറേ അവരെ ഒന്നുകൂടി ഒന്ന് വിളിച്ചേ. യെസ് അതെ അൺമ്യൂട്ട് ആണ്. ഓക്കെ, എന്താണ് ഓൾജിബ്രിക് ഫോം വരേണ്ടത്? 11n+1. കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചേ. ഉഷാറായിട്ടിരുന്ന് പഠിച്ചേ. അച്ഛൻ കംപ്ലൈന്റ് പറഞ്ഞു കേട്ടില്ലേ? യെസ് കറക്റ്റ് ആണ് കേട്ടോ. 11 വെച്ച് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരണം 11 n ആണ് നമുക്ക് ആദ്യം വരേണ്ട ഫോം. പിന്നെ റിമൈൻഡർ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിമൈൻഡർ എത്രയാണെന്നുള്ളതാണ് പ്ലസിന് ശേഷം ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ റിമൈൻഡർ 5 ആയിരുന്നെങ്കിലോ ഈ 1ന് വരെ എന്തായേനെ 5 ആയേനെ. 11n+5 എന്നായേനെ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 11n+1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, ഓൾജിബ്രിക് ഫോമിൽ എഴുതുമ്പോൾ. ഇനി ചെറിയൊരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഇതിനകത്ത് അടുത്തതിലുണ്ട്. അതായത് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? എല്ലാവരും എഴുതി കഴിഞ്ഞോ? യെസ്, കഴിയാത്തവർ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഓൾജിബ്രിക് ഫോം മലയാളം മീഡിയംകാരെ എഴുതാം. ബീജഗണിത രൂപമാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, യെസ്, നമുക്ക് അടുത്ത സബ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിക്കേ, മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഈ തന്നിരിക്കുന്ന സീരീസ് ഓഫ് നമ്പേഴ്സ്, അപ്പൊ നമ്മൾ 12 തുടങ്ങി 12, 23, 34, 45 എന്നിങ്ങനെ തുടങ്ങി പോകുന്ന ഈ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിൽ ഏത് നമ്പർ ഉൾപ്പെടുന്ന ചോദ്യം? 100 ഉൾപ്പെടുന്നുണ്ടോ? 100 എന്ന സംഖ്യ ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. പിന്നീട് എന്താണ്? 1000 ആയാലോ? വാട്ട് അബൌട്ട് 1000? 1000 ഉണ്ടാകുമോ? 100 ഉണ്ടാകുമോ? ഇപ്പൊ എന്താ കുറച്ച് പേര് എന്താ ചെയ്യുക? ഇതിനകത്ത് എന്താ നമുക്ക് നേരെ ചെയ്തിട്ട് ഇപ്പൊ 45 കഴിഞ്ഞാൽ 56 ആയിരിക്കും. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് ആ ഒരു രീതിയിലല്ല. 1000 ചെയ്യുമ്പോൾ അപ്പൊ എന്ത് ചെയ്യും? 100 നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷെ 1000 കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അല്ലെ? 1000 എത്തുമ്പോൾ കുറച്ച് പണിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഓൾജിബ്രിക് ഫോം വെച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് നമ്മളിപ്പോ കിട്ടിയിരിക്കുന്ന 11n+1 എന്ന് പറയുന്ന സംഖ്യയോടുകൂടി 11n+1 ആണ് നമ്മുടെ എന്ത് ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച മക്കളെ, എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഒന്നിച്ച് എഴുതാം. 11n+1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ നമ്മുടെ ബീജഗണിത രൂപം ആണല്ലോ. ഇതിനകത്ത് 100 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന സംഖ്യയെ 100 വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. അതായത് 11n+1 അതാണ് നമ്മുടെ ബീജഗണിത രൂപം. ഓൾജിബ്രിക് ഫോം ഈസ് ഈക്വൽ ടു 100. അതിനോട് തുല്യമാകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? നമുക്ക് 11നെ ഇവിടെ നിർത്താം. +1 തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? +1 തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ ആരാ പറയുന്നേ? സാറേ ഒരാളെ വിളിച്ചോ. അശ്വിൻ രാജ്. എന്റെ അനിയന്റെ പേരാണ് അശ്വിൻ രാജ്. പക്ഷെ അവനെ ആരും അങ്ങനെ വിളിക്കാറില്ല. യെസ്, അശ്വിൻ രാജ് പറഞ്ഞോ. +1 തൊട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? -1 ആയി മാറും. പോസിറ്റീവ് ഈക്വൽ ടു അപ്പുറം പോകുമ്പോൾ നെഗറ്റീവ് ആയി മാറുന്നു. വെരി ഗുഡ്, മിടുക്കൻ. അപ്പോ 100 ഓൾറെഡി ഇവിടെ ഉണ്ട്. -1 വരുമ്പോൾ 100 -1 ആയി മാറുന്നു. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അപ്പോ 100 അതായത് 100 ഓൾറെഡി അവിടെ ഉണ്ട്. നമ്മുടെ +1 അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ എന്തായി മാറുന്നു? -1 ആയി മാറുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. 100ൽ നിന്നും 1 കുറച്ചാൽ 100ൽ നിന്ന് 1 കുറച്ചാൽ ആരാ പറയുന്നേ? ദർശന പറഞ്ഞേടോ. 99. യെസ്, 100 - 1 is equal to 99 ഇറക്കി എഴുതാലോ. അപ്പൊ ഇതുപോലെ സ്റ്റെപ്പ് ആയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ എല്ലാം കൂടി ചെയ്ത് വെക്കരുതേ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ സ്റ്റെപ്പ് ആയിട്ട് താഴത്തേക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? n-നെ ഇവിടെ നിർത്തുന്നു. നമ്മുടെ 11 തൊട്ടപ്പുറത്തേക്ക് പോകുന്നു. 11 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണ്? ആരാ പറയുന്നേ? യെസ്, മുബഷിറ പറഞ്ഞേടാ. 11 അപ്പുറത്തേക്ക് പോകുമ്പോ മൈനസ് ആണോ? മൈനസ് ആണ് പ്ലസ് ആണ്? നോക്കിയാടാ മോനെ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടാണ് കിടക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെയാണ് എല്ലാവരും തെറ്റിക്കുന്നത്. ഡിവിഷൻ ആയി മാറും. ശ്രദ്ധിച്ച മക്കളെ,
എനിക്കറിയായിരുന്നു അല്ലേ. 11 ഇൻറ്റു n ആണ് 11n എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ കിടക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ തൊട്ട് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവണം? ഡിവിഷൻ ആകണം. യെസ്, ഹരണമാകണം. ഓക്കെ ആണല്ലോ. യെസ്, അപ്പൊ നമ്മുടെ 99 ഡിവൈഡഡ് ബൈ 11 എന്നാണ് വരേണ്ടത്. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ തൊട്ട് അപ്പുറത്തേക്ക് പോയപ്പോൾ എന്തായി? 11/n ആയി മാറി. 11/n ഡിവൈഡഡ് ബൈ n ആയി മാറി. ഓക്കെ ആണോ? ഡൗട്ട് എന്തെങ്കിലും ചോദിക്കണോ? 11 ഡിവൈഡഡ് ബൈ n ആയി മാറി. അപ്പോൾ 99നെ 11 വെച്ചിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ 11ന്റെ ടേബിളിൽ 99നെ കണ്ടിരുന്നു അല്ലെ. എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ് 99 എന്ന് പറയുന്നത്? പറയല്ലേ പറഞ്ഞു. ശരി, ഓക്കെ. എത്രയാണ് ആൻസർ? 9 ആണ് ആൻസർ. ഈ മുബഷിറുടെ ഒരു കാര്യം അല്ലെ. യെസ്, അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത്? 9 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 9ാമത്തെ ടേം ആയിട്ട് നമ്മുടെ 100 അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പിടികിട്ടി. അപ്പോൾ 9ാമത്തെ ടേം ആയിട്ട് നമ്മുടെ 100 ഈ പറയുന്ന കൂട്ടത്തിൽ ഉണ്ട് എന്നർത്ഥം. ഏത് കൂട്ടത്തിൽ? നമ്മൾ ഈ പറഞ്ഞ ഈ 56 കഴിഞ്ഞാൽ എത്രയായിരിക്കും? 67 ആയിരിക്കും. 67 കഴിഞ്ഞാൽ പിന്നെ 78, 78 കഴിഞ്ഞാൽ പിന്നെ 89, 89 പ്ലസ് 11 100 ആയിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ആ സീരീസ് എഴുതുമ്പോൾ തന്നെ 100നെ കിട്ടും. പക്ഷേ 1000 കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. 1000 നമുക്ക് അതുപോലെ സീരീസ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. അപ്പൊ ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പറയാലോ. ഒരു കാര്യമുണ്ട് മക്കളെ, ഇതിനകത്ത് നമ്മളിപ്പോ n = 9 എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി 9ാമത്തെ ടേം ആയിട്ട് ആരുണ്ട്? 9ാമത്തെ ടേം ആയിട്ട് ആര് കിടക്കുന്നുണ്ട്? നമ്മുടെ ആരാ പറയാത്? പ്രണവി പറഞ്ഞേ. 9ാമത്തെ ടേം ആയിട്ടാണ് ആര് കിടക്കുന്നത്? നമ്മുടെ പ്രണവേ, അൺമ്യൂട്ട് ചെയ്യാൻ 1 മിനിറ്റോ? പറ. 9ാമത്തെ ടേം ആയിട്ട് നമ്മുടെ ആര് കിടക്കുന്നുണ്ട് ഇവിടെ? ആരുണ്ടോന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞേ. എന്നാണോടാ? ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയടാ. 100. അപ്പൊ 9ാമത്തെ ടേം ആയിട്ട് കിടക്കുന്ന ആളാണ് ആര്? 100. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ സീരീസിലെ 9ാമത്തെ ആളാണ് ആര്? 100 എന്ന് പറയുന്നത്. അപ്പൊ താഴത്തെ എഴുതാ. നമുക്ക് പറയാം 9th number in this series is 100. ആ കാര്യം എഴുതണം. കാരണം എന്താണ്? ഈസ് 100 among these numbers. 100 എന്ന സംഖ്യ ഈ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നാണ് ചോദ്യം. അപ്പൊ എന്ത് പറയണം? യെസ്, ഉണ്ടാകും. 9th number in the series is 100. ഈ ശ്രേണിയിലെ 9ാമത്തെ നമ്പർ, 9ാമത്തെ സംഖ്യ 100 ആകുന്നു എന്ന് മലയാളം മീഡിയംകാർ എഴുതാം. ഈ ഒരു കൺക്ലൂഷൻ അവസാനം എഴുതണം കേട്ടോ. കാരണം ചോദ്യം എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അത് ആൻസറും അങ്ങനെ തന്നെ വരണം. എന്താ പറയുന്നത്? ഈ ശ്രേണിയിലെ 9ാമത്തെ സംഖ്യ 100 ആകുന്നു എന്നുള്ള കാര്യം എഴുതാം. ഇനി ഏത് കണ്ടുപിടിക്കണം? 1000 കണ്ടുപിടിക്കണ്ടേ? യെസ്, 1000 കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ആദ്യം ഏത് സ്റ്റെപ്പാണ് എഴുതണ്ടേ? ആരാ പറയുന്നേ? ആൻസൺ കുട്ടാ പറഞ്ഞേ. 1000 ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കണം. അപ്പൊ നമ്മൾ ഏത് സ്റ്റെപ്പാനകത്ത് ആദ്യം എഴുതും? നമ്മുടെ 1000. നീ ക്വസ്റ്റ്യൻ കിടക്കണം. വാട്ട് അബൌട്ട് 1000? സാറേ ആളെവിടെയാണ്? ഓക്കെ. ഇപ്പൊ 100 കണ്ടുപിടിച്ചതുപോലെ 1000 കണ്ടുപിടിക്കണം. ഇപ്പൊ 100 കണ്ടുപിടിക്കാൻ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു മോനെ? ഇതല്ലേ? അപ്പൊ അതിനെ 1000 ആക്കി പറഞ്ഞേ. 1000ത്തിന് ചെയ്യുമ്പോ അപ്പൊ എങ്ങനെയായിരിക്കും എഴുതേണ്ടത്? ആ ഓൾജിബ്രിക് ഫോം ഏതായിരുന്നു? ഓൾജിബ്രിക് ഫോം നോട്ടിൽ നോക്കി പറ. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിലെ ഓൾജിബ്രിക് ഫോം എന്താ? 11n + 1. 11n + 1 എന്ന് പറയുന്നതാണ് എന്ത്? ഇക്വേറ്റ് ചെയ്യുന്നത് എന്തിലൊക്കെയാണ് ഇക്വേറ്റ് ചെയ്യണ്ടേ? ഏത് നമ്പർ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നേ? 1000. യെസ്, ബ്രേക്ക് തരാടെ കുട്ടാ, ബ്രേക്ക് തരാം. യെസ്, അപ്പൊ എത്രയാണ്? 11n + 1 = 1000 എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഇനി എല്ലാവരും ഒന്ന് ചെയ്തേ. ബാക്കിയുള്ള കാര്യം നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ 11n ഇപ്പുറത്ത് നിർത്തുന്നു. +1 അപ്പുറത്ത് ചെല്ലുമ്പോൾ എന്തായി മാറും? -1 ആയി മാറും. ഓക്കെ, അപ്പോ +1 അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ -1 ആയി മാറും. ഓക്കെ, മ്യൂട്ട് ചെയ്തു. അടുത്ത കാര്യം അടുത്തൊരാളോട് ചോദിക്കാം. ആരാണ് അടുത്ത ആള്? ഹിഫ. യെസ്, ഹിഫ ഫാത്തിമ എന്ന് പറഞ്ഞേ. 1000ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ എന്താണ്? പറ.
999. യെസ്, 999 എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. 9000 പക്ഷെ മലയാളം പറയുമ്പോൾ എല്ലാവരും തെറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് 999 അല്ലെ മലയാളത്തിൽ പറയുമ്പോൾ? നോക്കിക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? n കണ്ടുപിടിക്കണം. n കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ്? ആരാ പറയുന്നേ? ആദിത്യൻ. ആ, രാവിലെ കുറിയൊക്കെ തൊട്ട് വന്നേക്കാണ് ആള്. ആ, പറഞ്ഞോ, എന്താ ചെയ്യാ n കണ്ടുപിടിക്കാൻ? 11. യെസ്, വെരി ഗുഡ്, മിടുക്കൻ. 999 11 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവിഷൻ, ഹരണമാണ് ചെയ്യേണ്ടത് കേട്ടോ, ഹരണമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി എല്ലാവരും. ഡിവൈഡ് ചെയ്ത് നോക്കി പറ്റുന്നുണ്ടോന്ന്? ഡിവൈഡ് ചെയ്ത് നോക്കി. 999 ഡിവൈഡഡ് ബൈ 11. നമുക്കറിയാം ആദ്യം 99 എടുത്താൽ നമുക്ക് എത്ര ടൈം കിട്ടും? 9 തവണ കിട്ടും. പിന്നെ അടുത്തത് വരുന്ന 9 ആണ്. 9 പോകോ? ഇല്ല, അപ്പൊ 0. ഓക്കെ, യെസ് സാറേ, താഴ്ത്തിരിക്കുന്ന ആളെന്ന് വിളിച്ചേ. ബ്ലാക്ക്. ആ, അല്ല, ഡിവൈഡ് ചെയ്തോ? എന്തേ, പിന്നെ എന്താണ് ഇവിടെ പരിപാടി? ആ, എന്നാ ഡിവൈഡ് ചെയ്യേ. ആ, യെസ്, ഓക്കെ, യെസ്. റിമൈൻഡർ വരുന്നുണ്ടല്ലേ ഈ ക്വസ്റ്റ്യനിൽ? റിമൈൻഡർ വരുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് പ്രശ്നമായി. നമുക്ക് നോക്കാം. 90 നിന്ന് കിട്ടുന്നു. അതിനുശേഷം എന്ത് ചെയ്യാം? ഒന്നുകൂടി ചെയ്തു തരാം. നോക്കിക്കേ, 999. കുറച്ച് പേർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡിവിഷനാണ്. 999 നമ്മൾ 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ശ്രദ്ധിച്ചേ, 11ന്റെ ടേബിൾ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു. 11 9ാമത്തെ മൾട്ടിപ്പിൾ ആണ് എന്ത്? 99 എന്ന് പറയുന്നത്. അപ്പൊ 9 × 11 99 എന്ന് കിട്ടും. 0 0. ഇനി അടുത്ത എത്രയാ? 9 ആണ് അടുത്തതിൽ വരുന്നത്. 9 ഇത് വെച്ച് ഡിവിസിബിൾ ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കണം? മുകളിൽ 0 ഇട്ട് കൊടുക്കണം. 0 ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് മനസ്സിലായി 9 വരെ എത്തി. ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല. ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഇട്ട് കൊടുക്കും അല്ലെ? പോയിന്റ് ഇട്ട് കൊടുക്കും. 9നോടൊപ്പം 0 ഇട്ട് കൊടുക്കും. ഓക്കെ ആണ്. അപ്പൊ 90ന് തൊട്ട് മുന്നത്തെ 11ന്റെ മൾട്ടിപ്പിൾ അത് എത്രയാണ്? 8 ആണ് വരിക അല്ലെ? 88 ആണ് വരിക. അപ്പൊ 88 വരും, പിന്നെ 2 വരും. അങ്ങനെ 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 താഴത്തേക്ക് ഇത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 90.8 എന്നാണ് നമുക്ക് എന്ത് വരുന്നത്? 90.8 എന്നുള്ളതാണ് നമ്മുടെ n ആയിട്ട് വരുന്നത് അല്ലെ? n ആയിട്ട് വരുന്നത് എന്താ? 90.8 എന്നാണ് n വരുന്നത്. അവിടെ തന്നെ ചെറിയ പ്രശ്നമുണ്ട് അല്ലെ? നമ്പർ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? ഒരു ഡെസിമൽ നമ്പർ വരാനായിട്ട് പാടില്ല. ഒരു നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ ആയിരിക്കണം വരേണ്ടത് അല്ലെ? നമ്മൾ ഇങ്ങനെ പറയും. ഇപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു, നമുക്ക് ഇവിടെ നേരത്തെ കിട്ടിയത് എത്രയായിരുന്നു? 9ാമത്തെ ഐറ്റം നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു. നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? 90.8ാമത്തെ ഐറ്റം എന്ന് പറയാൻ പറ്റുമോ? പറ്റോ ഇല്ലേ? പറ്റില്ല. അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. n എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ ആയിരിക്കണം. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് 1000 എന്ന് പറയുന്ന ഒരു ടേം ഈ ഒരു സീരീസിൽ ഉണ്ടാകോ? 1000 ഉണ്ടാകോ ഇവിടെ? ഇല്ല. 1000 എത്രാമത്തെ ടേം ആണെന്ന് പോലും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ 1000 എന്താണ്? ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം. മനസ്സിലായോ? സോ നമുക്ക് താഴത്തെ എഴുതണം, n is not a natural number. n ഒരു എണ്ണൽ സംഖ്യയല്ല. It's not a natural number. ഒരു എണ്ണൽ സംഖ്യയല്ല. Therefore 1000 is not included among this series. അതുകൊണ്ട് തന്നെ 1000 ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ 1000 ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല. n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ അല്ല. എപ്പോഴും n നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ ആ ക്വസ്റ്റ്യൻസ്? 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഒരു മെയിൻ ക്വസ്റ്റ്യന്റെ 3 സബ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ഒരു ബ്രേക്ക് തരാം. ആ, കറക്റ്റ് ടൈമിംഗിൽ അയച്ചു ബ്രേക്ക്. അവനറിയായിരുന്നു ഞാൻ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് വരുള്ളൂ. ഓക്കെ, യെസ്. നമുക്കപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ 176ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അടുത്തത് നോക്കണ്ടേ. ഇപ്പൊ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് വളരെ സിമിലാരിറ്റി ഉള്ള ഒരു സംഗതിയാണ്. കാരണം ഇവിടുത്തെ സീരീസ് മാറിയതേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ദ നമ്പേഴ്സ് 21, 32, 43. ഇവിടുത്തെ സീരീസ് ഏതൊക്കെയാ മക്കളെ? സീരീസ് ഏതൊക്കെയാ? 21, 32, 43. അപ്പൊ സീരീസ് മാറി കേട്ടോ. 21,
32, 43. പക്ഷെ നേരത്തെ അതേ സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇവർക്ക് അല്ലേ? നേരത്തെ അതേ സ്പെഷ്യാലിറ്റി തന്നെയാണ് ഇവർക്കും വന്നിരിക്കുന്നത്. എന്താണ്? ആർ ഗോട്ട് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് 21. 21 നിന്നും തുടങ്ങുന്നു ആൻഡ് ആഡിങ് 11 again and again. എന്താണ് കൂട്ടേണ്ടത്? 11 കൂട്ടിയാണ് നമ്മൾ ഈ സീരീസ് എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? 11 എന്ന് പറയുന്ന നമ്പർ കൂട്ടി എടുത്തിരിക്കുന്നു. ഓക്കെ ആണോ? യെസ്. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പാട്ട് പാടാ ഞാൻ മറന്നിട്ടില്ല. ഇതൊന്ന് കഴിയട്ടെ, പാട്ട് പാടാട്ടോ. ഓക്കെ, എന്താണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? വാട്ട് ഈസ് ദ റിമൈൻഡർ ഇഫ് എനി സച്ച് നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ 11? എന്താ പറയുന്നത്? ഈ സീരീസിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പറിനെ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഏത് വെച്ചാ ഡിവൈഡ് ചെയ്യേണ്ടേ? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. ഏത് നമ്പർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞേക്കണേ? 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 11. 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ക്ലിയർ ആണോ? എന്താണ് പറയുന്നത്? ഈ കൂട്ടത്തിൽ നിന്നും ഏതെങ്കിലും ഒരു നമ്പറിനെ എടുക്കുന്നു, അതിനെ 11 വെച്ച് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം എത്രയായിരിക്കും, അല്ലെങ്കിൽ മിച്ചം എത്രയായിരിക്കും, റിമൈൻഡർ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ സീരീസ് നമുക്ക് താഴത്തേക്കൊന്ന് ഇറക്കി എഴുതാം. 21, 32, 43. തൊട്ടടുത്ത നമ്പർ എത്രയായിരിക്കും? ഒരാളൊന്ന് പറഞ്ഞേ തൊട്ടടുത്ത നമ്പർ. നമുക്കത് ഇല്ല, എന്നാലും നമ്മളൊന്ന് പറഞ്ഞു നോക്കി. ആരാണ് സാറേ? സാമിയോ പറഞ്ഞേടാ. അടുത്ത നമ്പർ 54. വെരി ഗുഡ്. കുറെ പേര് 54 കാണിച്ചു, ഞാൻ കണ്ടു കേട്ടോ. ഓക്കെ, യെസ്, 54. പിന്നെ അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് ഓരോന്നും 11 കൂട്ടി പോകുന്ന നമ്പേഴ്സ് ആണ്. ഒരു നമ്പറിനെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യണം. വിളിച്ചോ സാറേ സെലക്ട് ചെയ്യാനായിട്ട് ഒരാളെ? ആരാധ്യ പറഞ്ഞ പോലെ സെലക്ട് ചെയ്യാം. പറഞ്ഞേ, ഏത് നമ്പർ വേണം? 54 തന്നെ മതി എന്നാ പറയുന്നത്. വലിയ നമ്പർ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 54 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഡിവൈഡഡ് ബൈ 11. 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഡിവൈഡിങ് ബൈ 11. 11 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. 54നെ 11 വെച്ചിട്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കി. അതെ, അടുത്തത് 65 ആണ്. 54നെ 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. 54നെ 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ശിഷ്ടം എത്ര കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം കേട്ടോ. ശിഷ്ടം എത്ര കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നോക്കിക്കല്ലേ, വാട്ട് ഈസ് ദ റിമൈൻഡർ? എത്രയാണ് ശിഷ്ടം എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ഓൾജിബ്രിക് ഫോം എഴുതാൻ പറ്റുള്ളൂ. യെസ്, വെരി ഗുഡ്. ആൻസർ കുറച്ച് പേര് അയക്കുന്നുണ്ട്. എത്രയായിരിക്കും വരുന്നത്? എത്ര പ്രാവശ്യം പോകും? 54 ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. 54നെയാണ് 11 വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എത്ര ടൈംസ് പോകും 11ല്? ആരാ പറയുന്നേ? അനൗക പറഞ്ഞേടാ. പലർക്കും പല ആൻസർ വരുന്നുണ്ട്. അനൗക എത്ര തവണ പോവും? 54 എന്ന് പറയുന്നത് 11ന്റെ ടേബിളിൽ ഉണ്ടോ? ഇല്ല. എന്ത് പറ്റിയ? അൺമ്യൂട്ട് ആവുന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഹലോ പറ്റണല്ലോ. യെസ്, അടുത്തൊരാൾ വിളിക്കാം. ഏഞ്ചലീന പറഞ്ഞേടാ. ഏഞ്ചലീന, യെസ്, എത്രാമത്തെ മൾട്ടിപ്പിൾ ആയിട്ടാ വരിക? 54 നമ്മുടെ 11ന്റെ ടേബിളിൽ ഉണ്ടോ? ഹലോ കേക്കണില്ലേ? ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേക്കാം. ഹലോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേക്കാം. എന്താ പറ്റിയേ? കേക്കുന്നില്ലേ ബാക്കി? യെസ്, ഏഞ്ചലീനയുടെ എന്തോ ഒരു നെറ്റ് ഇഷ്യൂ ആയിരിക്കാം, അറിയില്ല. ഹലോ ഏഞ്ചലീന. ഓക്കെ, ഒന്ന് മെസ്സേജ് ചെയ്താൽ സാറേ, കേൾക്കുന്നില്ല. ഓക്കെ, അടുത്തൊരാൾ വിളിക്കാം. ആരാണ്? ഗോവിന്ദ്. ആരാണ് അയാൾ? ഗോവിന്ദ് ആണ് അയാൾ. പറഞ്ഞേടാ കുട്ടാ. 54 നമ്മൾ 11ന്റെ ടേബിളിൽ ഉണ്ടോ? ഇല്ല. പിന്നെ ആരുണ്ട്? 54 തൊട്ട് മുന്നേ നമുക്ക് ആരെ പിടിക്കാം? 50 കൺഫ്യൂഷൻ ആയി അങ്ങനെ ചോദിച്ചപ്പോ. 22, 33, 44, 55, 66, 77, 88, 99, 110. ഇതാണ് നമ്മുടെ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ് ഇതിനകത്ത്? 54 ഇല്ല. പിന്നെ ആരെ പിടിക്കാം? ഗോവിന്ദേ, 55 പിടിക്കാൻ പറ്റുമോ? 55, 54 കഴിഞ്ഞിട്ടുള്ള സംഖ്യയില്ലേ? അപ്പൊ ഏതെടുക്കും?
44 എത്രാമത്തെ മൾട്ടിപ്പിൾ ആ 11ന്റെ? 4ാമത്തെ മൾട്ടിപ്പിൾ. അപ്പൊ നമ്മൾ ഇതേ മുകളിൽ 4 എന്ന് എഴുതി. 4 × 11 44 എഴുതിയല്ലോ. ശിഷ്ടം എത്രയായിരിക്കും വരേണ്ടത്? അപ്പോ ശിഷ്ടം എത്രയാണ് വരേണ്ടത്? 54 നിന്നും 44 കുറയ്ക്കുന്നു. യെസ്, വെരി ഗുഡ്. കുറെ പേര് കയ്യും കലാശവും ഒക്കെ കാണിക്കുന്നുണ്ട്. 10 ആണ് ആൻസർ വരേണ്ടത് അല്ലെ. റിമൈൻഡർ 10 എന്നാണ് ആൻസർ വരേണ്ടത്. കുറച്ചുപേർക്ക് വേറെ റിമൈൻഡർ വന്നിട്ടുണ്ടായിരുന്നു, അത് ചിലപ്പോൾ ചെയ്തതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. റിമൈൻഡർ എത്രയാണ് മക്കളെ വരേണ്ടത്? 54 നിന്നും 44 കുറച്ച് 10 എന്നാണ് ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചെയ്യരുത് കേട്ടോ, കാരണം ഇത്രയും വരെ മാത്രം ചെയ്താൽ മതി. ഫസ്റ്റ് റിമൈൻഡർ കിട്ടുന്ന ആ ഒരു സ്റ്റേജ് വരെ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഇനി അങ്ങോട്ട് ചെയ്യാനും പറ്റില്ല, കാരണം അടുത്തതിൽ പോയിന്റ് വരും. ഓക്കെ, യെസ്. അപ്പൊ 10 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിമൈൻഡർ കിട്ടേണ്ടത്. റിമൈൻഡർ ഈസ് ഈക്വൽ ടു 10 എന്ന് വരണം. ശിഷ്ടം 10. 54 44 തമ്മിൽ 10ന്റെ വ്യത്യാസമാണ് ഉള്ളത്. ഓക്കെ, എഴുതിയോ? ഓക്കെ ആണോ? ഉഷാറാണോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ 10 എന്ന് നമുക്ക് റിമൈൻഡർ കിട്ടുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരിക്കും? കുറച്ചേരി ഊഹിച്ചിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഓൾജിബ്രിക് ഫോം. എല്ലാവരും സ്വന്തമായിട്ട് എഴുതിക്കുക. ഓൾജിബ്രിക് ഫോം എന്തായിരിക്കും എന്നുള്ളത്. എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു എന്ന് നോക്കാം. റിമൈൻഡർ എന്ത് കിട്ടി എന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. അത് രണ്ടും മാത്രം മതി നമുക്ക് ഓൾജിബ്രിക് ഫോം എഴുതാൻ അല്ലേ. അപ്പൊ എല്ലാവരും സ്വന്തമായിട്ടൊന്ന് എഴുതിയേ. ഓൾജിബ്രൈക് ഫോം. ഓൾജിബ്രൈക് ഫോം, ബീജഗണിത രൂപം എല്ലാവരും സ്വന്തമായിട്ടൊന്ന് എഴുതിയേ. യെസ്, വെരി ഗുഡ്. വിളിക്കാത്ത ഒരാളെ വിളിക്കാം സാറേ. ഏത് വെച്ച് ഡിവൈഡ് ചെയ്തു എന്ന് ആലോചിക്കണം. നമുക്ക് റിമൈൻഡർ എത്ര കിട്ടി എന്നും ആലോചിക്കണം. ഓക്കെ, ആരാണ് സാറേ വരുന്നത്? ആദിശങ്കർ. ആ, പറഞ്ഞോ. ഹലോ ഹലോ ഹലോ, കേക്കാം, പറഞ്ഞോ. 11n + 10 എന്നാണ് കിട്ടേണ്ടത്. യെസ്, വെരി ഗുഡ്, മിടുക്കൻ, സൂപ്പർ. അപ്പൊ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്? 11n. കാരണം നമ്മൾ 11 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു 11 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് റിമൈൻഡർ നമുക്ക് ഇപ്പൊ കിട്ടിയിരുന്നു 10 എന്നാണ് റിമൈൻഡർ കിട്ടിയത്. സോ ഓൾജിബ്രിക് ഫോം എന്തായിരിക്കണം മക്കളെ? ഓൾജിബ്രിക് ഫോം ഈസ് ഈക്വൽ ടു 11n + 10. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, 11n + 10. റിമൈൻഡർ 10 ആണ്. റിമൈൻഡർ വേണം അവസാനം കൂട്ടാനായിട്ട്. ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ അല്ലേ? എന്ത് വെച്ച് ഡിവൈഡ് ചെയ്തു എന്നുള്ളത് ആദ്യം എടുക്കുക. 11n 11 വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. പ്ലസ് റിമൈൻഡർ അവസാനം കൊടുക്കുക 10. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടേ പാട്ട് പാടുള്ളൂ കേട്ടോ. ഓക്കെ, കുറെ പേര് കുറെ നേരമായിട്ട് പാട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. പാട്ട് പറഞ്ഞവർ പാട്ടും കൂടി ഒന്ന് പറഞ്ഞു തരണേ. ഓക്കെ, യെസ്. അടുത്ത നോക്കാം. ഞാൻ നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ടാണല്ലോ എന്നും പാടാറ് അല്ലേ സാറേ? അവരുടെ മനസ്സറിഞ്ഞോളല്ലോ നമ്മൾ പാടാൻ. അടുത്ത നോക്കിക്കേ. കുറച്ചേര് പറഞ്ഞു മിസ് പാടേ വേണ്ട. ആലോചിച്ചേ. മൂന്നാമത്തേൽ നോക്കിക്കേ മക്കളെ. നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ. അപ്പൊ എന്തായിരിക്കും? 100 ഉണ്ടോ ഈ കൂട്ടത്തിൽ? 1000 ഉണ്ടോ ഈ കൂട്ടത്തിൽ? 1000 ഉണ്ടോ? 100 ഉണ്ടോ? അതാണ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കണം. അപ്പൊ 100 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റത്തെ 100 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? ആരാ പറയുന്നത് സാറേ? ശ്രീനന്ദ. ഓക്കെ, 740 ആവുമ്പോൾ ലീവ് ചെയ്യുന്നു. അയ്യോടാ, അപ്പോ അതിന് സാധ്യതയില്ല പാട്ട് കേൾക്കാൻ. ഓക്കെ, ശ്രീനന്ദ പറഞ്ഞേടാ, ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? ഹലോ ഹലോ ഹലോ. ശ്രീനന്ദ അൺമ്യൂട്ട് ചെയ്യും. എന്തോ ശരിയാവുന്നില്ലേ? ഒന്നുകൂടെ ഒന്ന് കൊടുത്തു നോക്കി സാറേ. ഒന്നുകൂടെ നോക്കിയേ. ഹലോ. ഇല്ല, എന്തോ ഒരു കുഴപ്പമില്ല, സാറില്ല. വൈകുന്നേരം വിളിക്കാം. ഓക്കെ, യെസ്. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. അടുത്ത ആള് ശ്രീയ പറഞ്ഞേടോ. അൺമ്യൂട്ട് ചെയ്തേ. ഹലോ, സെക്കൻഡ് റോയിൽ ആദ്യം ആളല്ലേ? ആ, കേക്കാമോ? ആ, ഓക്കെ, പറഞ്ഞേ. ഫസ്റ്റ് നമ്മൾ 100 ഈ കൂട്ടത്തിൽ ഉണ്ടോ? നമ്മൾ ഈ പറഞ്ഞ സീരീസ് ഓഫ് നമ്പേഴ്സിൽ 100 ഉണ്ടോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചത്? നമ്മൾ കുറച്ച് മുന്നേത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ കണ്ടുപിടിച്ചേ? ശ്രീയ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ കണ്ടുപിടിച്ചത്? ക്യാമറ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേ. ക്യാമറയുടെ ഉള്ളിൽ കയറിയിരിക്കല്ലേ? ഓക്കെ, യെസ്. എങ്ങനെയാണ് നമ്മൾ ആദ്യത്തേൽ കണ്ടുപിടിച്ചേ? 100
100 ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, 100 ഉണ്ടോ 1000 ഉണ്ടോ എന്നൊക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ കണ്ടുപിടിച്ചേ. ഇനി ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടൊക്കെ വേണം. ആ ബുക്ക് പറിച്ചു നോക്കി. ആ എന്റെ സ്വഭാവം മാറ്റില്ലേ. ആ ബുക്ക് പറിച്ചു നോക്കി. 100 ഉണ്ടോ 1000 ഉണ്ടോ നമ്മൾ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ കണ്ടുപിടിച്ചേ? 11n +1 നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്തു? 1000 ആണോ? ആദ്യം 100 അല്ലേ ചെയ്തേടാ? ആദ്യം 100 ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വെച്ചിട്ടാ ഇക്വേറ്റ് ചെയ്യണ്ടേ? ഇവിടെ 11n+1 ആണോ വരിക? ഇവിടുത്തെ ഓൾജിബ്രിക് ഫോം എത്രയാടാ? +10. അപ്പൊ അതിനോട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ മക്കളെ. എന്താണ് വരേണ്ടത്? 11n+10നോട് വേണം നമ്മൾ ഇക്വേറ്റ് ചെയ്യാനായിട്ട്. യെസ്, ആൻസർ അയച്ചേക്കുന്നത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ചെയ്തു നോക്കി. 11n നമ്മൾ ഇപ്പുറത്ത് നിർത്തുന്നു, 10നെ തൊട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഈക്വൽ സൈൻ ഒന്നിച്ചിടാം. യെസ്, 11n = പാട്ടിന്റെ ഭയങ്കര പ്ലേലിസ്റ്റ് ആണ് സാർ ഇവർ പറയുന്നത്. ഓക്കെ, 11n = 90 എന്ന് വരുന്നു. 11n = 90 എന്ന് വരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ എന്താണ് 90 എന്ന് പറയുന്ന സംഖ്യ 11ന്റെ ടേബിളിൽ ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി നമ്മുടെ 100 എന്ന് പറയുന്ന ആൾ ഇവിടെ ഇല്ല. പക്ഷെ എന്നാലും നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കണം. എന്താണ്? ഡിവൈഡ് ചെയ്ത് നോക്കണം. 90നെ 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ, 90നെ 11 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കണം. നോക്കിക്കേ, 90നെ 11 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. തൊട്ട് മുന്നത്തെ 90ന് മുന്നത്തെ 11ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? ആരാ പറയുന്നേ? ഒരാളൊന്ന് ചോദിക്കാം. ആരോൺ. ആരോണെ പറഞ്ഞേ 90ന് മുന്നത്തെ മൾട്ടിപ്പിൾ 88. മിടുക്കൻ. 8ാമത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 88 ആണ് നമുക്ക് കിട്ടേണ്ടല്ലേ. അപ്പൊ 2 എന്ന് നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് കിട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യുക? 0.0 കൊടുക്കുക, 1 കൊടുക്കുക. അപ്പൊ 8.1 സംതിങ് അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടാം. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്ക് മനസ്സിലായി എന്തല്ല, ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല. 8.1. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലായി? ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല എന്ന് മനസ്സിലായി. 80.1 അല്ല കേട്ടോ, 8.1 ആണേ. ഓക്കെ, നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതണം? n is not a natural number. നമ്മൾ നേരത്തെ എഴുതിയ അതേ സെന്റൻസ് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തോളൂ. n is not a natural number. n ഒരു എണ്ണൽ സംഖ്യയല്ല. n ഒരു എണ്ണൽ സംഖ്യ അല്ല. n is not a natural number. ഓക്കെ, n ഒരു എണ്ണൽ സംഖ്യയല്ല. യെസ്, വെരി ഗുഡ്. ഓക്കെ, ടാറ്റ, ഈവനിങ് കാണാം. അത് ആരാണ് സാറേ? ഇവാറോസ് ആണോ? ശ്രീനന്ദ. ഓക്കെ ഓക്കെ, ബൈ. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ ലീവ് ആയവരെ വൈകിട്ട് കാണാം. ഓക്കെ, n is not a natural number. Therefore 100 is not included among these numbers. അതുകൂടി എഴുതണം കേട്ടോ. n ഒരു നാച്ചുറൽ നമ്പർ അല്ല, എണ്ണൽ സംഖ്യ അല്ല എന്ന് എഴുതാം. Therefore 100 is not included among these numbers. 100 is not included among these numbers. Among these numbers. ആ ഒരു ലാസ്റ്റത്തെ ആ ഒരു തിയറം എഴുതണം കേട്ടോ. എന്നാൽ കാരണം ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ്, 100 എന്ന സംഖ്യ ഇക്കൂട്ടത്തിൽ ഉണ്ടാകുമോ? അപ്പൊ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ലാസ്റ്റ് കൺഫേം ചെയ്ത് പറയണം അല്ലേ? പിടികിട്ടിയോ? എഴുതിയോ? സാറേ, 3ാമത്തെ റോയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആള്. യെസ്, അവൻ തന്നെ. വിളിച്ചോ? അനുനന്ദ്. കുട്ടാ, അൺമ്യൂട്ട് ചെയ്തേ. എഴുതിയോ? എഴുതി. ഓക്കെ, അതെ, അങ്ങനെ ഇരിക്കാൻ തോന്നിയത് ഈ നേരത്താണോ? ചായയൊക്കെ കുടിച്ചായിരുന്നോ? ഒരു ഉഷാർ കുറവ്. ചായ കുടിച്ചില്ല, അതാണ് ഉഷാർ കുറവ്. ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? പോണ്ട, അതാണ് ഇന്ന് വീട്ടിലിരിക്കുന്നത്. ഇനി പതുക്കേക്ക് ചായയൊക്കെ കുടിച്ച് പതുക്കേക്ക് ഫുഡൊക്കെ കഴിച്ച് ഇരുന്നാൽ മതിയല്ല. എന്ത് പറ്റി? ഇന്ന് ക്ലാസ് കഴിഞ്ഞോ സ്കൂളില്? 100ന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഏതാണ്? 1000 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. 1000 ആകുമ്പോൾ എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ. ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ കാണാപ്പാടായി. ആരാ പറയുന്നേ? അവൻ തന്നെ പറയും. യെസ്, 11n + 10 is equal to 1000. വെരി ഗുഡ്, മിടുക്കൻ. അപ്പൊ നമുക്ക് മനസ്സിലായി. നമ്മൾ ഓൾറെഡി ഇക്വേഷൻ ഓൾജിബ്രിക് ഫോം നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേറ്റ് ചെയ്യേണ്ടത് 1000നോടാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി 100 ചെയ്ത് കഴിഞ്ഞു. 100 കംപ്ലീറ്റ് ആയതാണ്. ഇനി 1000 ആണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 11n + 10 is equal to 1000. 11n + 10 is equal to 1000. ഓക്കെ, അപ്പൊ നമുക്ക് 11n ഇവിടെ നിർത്താം. +10 അപ്പുറത്ത് ചെല്ലുമ്പോ സാറെ വിളിച്ചോ? കുറച്ചേരം അടുപ്പിച്ചെടുത്ത് വെച്ചോ സാറേ.
ഏഞ്ചലീന. യെസ്, ഏഞ്ചലീന പറഞ്ഞേ. +10 അപ്പുറത്ത് ചെല്ലുമ്പോ 1000 minus 10. വെരി ഗുഡ്, മിടുക്കി. 1000 minus 10 എന്നാകുന്നു. യെസ്, ഇനി 1000 minus 10ന്റെ ആൻസർ ആരാ പറയാ? ഗൗരി പത്മ. ആ പറഞ്ഞേടാ. 990. ദേ ആ ടെഡി ബിയർ ഒക്കെ തല കുത്തി കിടക്കുന്നു. ടെഡി ബിയർ ഉറങ്ങുവാണെന്ന്. ദേ ആ കസേരയിൽ ഇരിക്കുന്നു നോക്കി സാറേ. യെസ്, അത് ആര് വാങ്ങിച്ചെന്നാണ്? എന്താണ് ഒരു സങ്കടം? എന്തു പറ്റി? ഒന്നുമില്ല, എന്തോ ഒരു സങ്കടം ഉണ്ടല്ലോ, പറ. കണ്ടുപിടിക്കണം. ആരാണ് എന്നെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു തരുന്നേ? തേജസി. ആ വെരി ഗുഡ്, പൃഥ്വി കറക്റ്റ് ആണ്. തേജസി പറഞ്ഞേ. എന്നെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാ? 11നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താവും? ഡിവിഷൻ ആവും. യെസ്, അപ്പൊ ഒന്നൊന്ന് പറഞ്ഞേ, ഏതിനെ ഏത് വെച്ച് ഡിവൈഡ് ചെയ്യണ്ടേ? 990 ഓക്കെ, മിടുക്കൻ. 990യെ നമ്മൾ 11 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. നമുക്കറിയാം 99ഉം 11ഉം നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 9 എന്ന് കിട്ടുമല്ലേ. അപ്പൊ 9ഉം ഒരു 0 കൂടി എടുത്ത് എഴുതാം. അപ്പോൾ ഈ ഒരു സീരീസിലെ 90ാമത്തെ എലമെന്റ് ആണ് ആര്? 1000 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് താഴത്തേക്ക് എഴുതാലോ. 19th നമ്പർ താഴത്തേക്ക് എഴുതണം കേട്ടോ. 19th നമ്പർ 90ാമത്തെ സംഖ്യയാണ് ഏത്? നമ്മുടെ ആ യൂണിഫോം ഇട്ടേക്കുന്ന ആൾ വിളിച്ച് സാറേ. ആ തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് അവിടെ പെൺകുട്ടി. ആ അയിന പറഞ്ഞേടാ. 19th നമ്പർ ആണ് ഏത്? 11. ഞാൻ പോണു സാറേ. 11 ആണോ പറഞ്ഞത് നമ്മള്? ഏത് ഈ കൂട്ടത്തിൽ ഉണ്ടോന്ന് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം. 1000 തെറ്റിക്കല്ലേ. 19th number in the series. 19th number in the series is 1000. ഈ ഒരു സീരീസിലെ 90ാമത്തെ സംഖ്യയാണ് 1000 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതുകൊണ്ട് 1000 ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. വീണ്ടും എഴുതണം, കാരണം നമുക്ക് മനസ്സിലായി 90ാമത്തെ സംഖ്യയാണെന്നുള്ളത്. അപ്പൊ നമ്മള് സെറ്റാക്കി. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. ചാപ്റ്റർ വൈകിട്ടേ കഴിയുള്ളൂ കേട്ടോ. ചാപ്റ്ററിൽ ഇനി ഒരു പോർഷനും കൂടി എടുക്കാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇച്ചിരി വലിപ്പമുള്ളൊരു ചാപ്റ്ററാണ്. കാരണം എന്താ, ഇത് തീരാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയോ? ഒരു ക്വസ്റ്റിനിൽ തന്നെ 2-3 സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലേ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തീരാത്തത്. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ഓക്കെ ആണോ? എങ്കിലൊന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണെങ്കിലും ഒന്ന് ടാറ്റ തന്നേ. യെസ്, വിളിച്ചോ സാറേ. നെൽവിനെ. ഹലോ. ആ ഓക്കെ, എന്തായി? എഴുതി കഴിഞ്ഞോ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നോ? ഒന്ന് നോട്ട് കാണിച്ചേ നോക്കട്ടെ. സാർ ഒന്ന് നോക്കിക്കേ. 19th നമ്പർ ആണ് ലാസ്റ്റ് എഴുതിയേക്കുന്നത്. ഒന്ന് നേരെ പിടിച്ചേടാ മോനെ, കാണുന്നില്ല. ബ്ലാങ്ക് പേജ് ആണ് തുറന്നു വെച്ചിരിക്കുന്നത്. നീക്കി പിടിക്ക്. ഓക്കെ, ഒന്ന് നോക്കിക്കേ സാറേ. എന്താണ് മിസ് ഞാൻ പോണെന്ന് പറഞ്ഞ ആരാണ് സാറേ? അത് ഒന്ന് ടാറ്റ കൊടുക്കട്ടെ. പവിത്ര. ഓക്കെ പവിത്ര, വൈകിട്ട് കാണാം കേട്ടോ. യെസ്, അപ്പോൾ സ്കൂളിലുള്ളവരൊക്കെ വിട്ടോളൂ. ഓക്കെ നെൽവിനെ. ഓക്കെ ഫൈൻ, എഴുതിയിട്ടുണ്ട്. മാറ്റിക്കോ, ബുക്ക് മാറ്റിക്കോ. യെസ്, ക്ലിയർ ആണോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നെൽവിനെ? ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ തന്നാ ചെയ്യോ? അതൊന്ന് നോക്കേണ്ടി വരുമെന്ന്. യെസ്, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിനകത്തുള്ളത്. ഡിജിറ്റ്സ് ആൻഡ് നമ്പേഴ്സ് നമുക്ക് എന്തായാലും വൈകിട്ട് എടുത്താൽ മതി. പുതിയ ടോപ്പിക്കാണ്, കാരണം കുറച്ച് പേര് പോയി. യെസ്, പേഴ്സൺസും ഡാറ്റ പിക്ചേഴ്സും ഉണ്ട്. പേഴ്സൺസ് എടുക്കാനായിട്ട് മിക്കവാറും ഇന്ദ്രിത് സാർ ആയിരിക്കും വരുന്നത്. ഇന്ദ്രിത് സാറും ഞാനും ഇടയ്ക്ക് വരും. ഇന്ദ്രിത് സാറിന് ഒറ്റയ്ക്ക് എബിസിന് പോകാൻ പറ്റില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഞാനും വരും ഇടയ്ക്ക്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. പേഴ്സൺസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. അത് എൻ്റെ ഉറപ്പാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല രസമുള്ളൊരു ചാപ്റ്ററാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ചാപ്റ്ററും കൂടിയാണ്. നല്ല രീതിക്ക് നമുക്ക് പഠിച്ചു പോകാം. ഡാറ്റ പിക്ചേഴ്സ് പിന്നെ അതിലും എളുപ്പമാണ്. ചെറിയൊരു ചാപ്റ്ററാണ്. ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ പിക്ചേഴ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പം ഇനി നമുക്ക് പാട്ട് പാടാം. പറഞ്ഞേ, ഏത് പാട്ടാ? കുറേ പാട്ട്. അയ്യേ